എത്ര മൂടി വെച്ചാലും വിക്രവും വേതാളവും വെളി വരും. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെ ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡ്രാമയിലും അല്ല അഭിനയിക്കുന്നുണ്ട്. അല്ല, ഇവിടെ എല്ലാ പൈപ്പിൻ ചോട്ടിലും മെട്രോയുടെ പില്ലോയിലും എല്ലാം നിങ്ങളുടെ ഡ്രാമയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. രാജാവായിട്ട് ടിനിയും രാജകുമാരനായിട്ട് പക്രും. ഇരിങ്ങാലക്കുട ചെന്നപ്പോ ഒരു അച്ഛന്റെ പരിപാടിയാണ്. അപ്പൊ പ്രോഗ്രാമിന് മുമ്പ് കാശ് തരണമെന്നുള്ളൊരു നിയമമുണ്ട്. ഈ അച്ഛൻ കാശ് തരുന്നില്ല. നമുക്കാണെങ്കിൽ ടെൻഷനാണ്, കിട്ടുമോ എന്നുള്ളത്. അപ്പൊ ഇവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ മീശ പിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ അച്ഛനെ കാണിച്ചിട്ട് പറഞ്ഞു, അവൻ ഭയങ്കര പെശകാണ്. അച്ഛൻ അപ്പൊ തന്നെ കാശ് കൊണ്ടുവന്നു. എന്തെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് കിട്ടുന്നത് ഇത്തരം മത്സരവേദികളിലൂടെ വന്നതിന്റെ ഒരു ഊർജ്ജമാണെന്ന് തോന്നി. സലീം കുമാർ ശരിക്കും ഈവനിങ് കോളേജിലായിരുന്നു മഹാരാജ്. പുള്ളി പകല് വേറെ ജോലിയുണ്ട്, വരുമാനമുണ്ട്. പുള്ളി ഇൻസ്റ്റാൾമെന്റിൽ ഇവന്റെ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. നമ്മൾ സാധാരണ പഠിച്ചു കഴിഞ്ഞിട്ടല്ല ജോലിക്ക് പോകുന്നത്. പുള്ളി ജോലി കഴിഞ്ഞിട്ടാ പഠിക്കാൻ വന്നത്. ആഫ്റ്റർ മാരേജിന് ശേഷം ചേച്ചിയോട് ഇങ്ങനെ എടുത്തോണ്ട് നടക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു, ഇനി ഒരാളുടെയും തോളത്ത് കയറിയിരിക്കരുത്. ടിനി ചേട്ടന് ഒഴിവ് സമയങ്ങളിൽ ഇപ്പൊ ബിസി ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം? ഇവരൊരു ഗിറ്റാറുണ്ട്, അത് വെച്ച് പാട്ട് പാടിയിട്ട് അയലൊക്കെക്കാർക്ക് ശല്യം ഉണ്ടാക്കുക. ടീച്ചറിനെ എനിക്ക് ഫസ്റ്റ് ഒക്കെ പേടിയായിരുന്നു. ടീച്ചറിനെ കാണുന്ന പോലെയല്ല, പരിചയപ്പെട്ടാൽ ലൈക്ക് നമുക്ക് വേറൊരു ഒരാളെ അതിന് കാണാൻ പറ്റും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പം യൂണിവേഴ്സിറ്റി മത്സരം ഇപ്പം ന്യൂസുകളിലൊക്കെ ഭയങ്കര വിവാദങ്ങളാണ്. കൈക്കൂലി കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്ത് മാർക്ക് മേടിക്കുന്നു, ഇങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി കലോത്സവം ഉണ്ടല്ലോ, അപ്പം ഫസ്റ്റും സെക്കൻഡും തേർഡ് ഒക്കെ കിട്ടിയത് ഇന്ന് നിങ്ങളെ പോലെയുള്ള ഫസ്റ്റ് സലീം കുമാർ ചേട്ടൻ അല്ലേ, സെക്കൻഡ് പക്രു ചേട്ടൻ, തേർഡ് ടിനി ചേട്ടൻ. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ പരസ്പരം സലീം കുമാർ ചേട്ടനെ വിട്ടാര്, പക്രു ചേട്ടനും ടിനി ഇങ്ങനെ പരസ്പരം കാണാൻ നേരത്ത് ഇവന്റെ നല്ലതാണോ, അതിനേക്കാൾ നന്നായിട്ട് ഞാനാണല്ലോ ചെയ്ത്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇത് ശരിക്കും മത്സരം നടക്കുന്നത് മഹാരാജാസ് കോളേജിന്റെ മുമ്പിലാണ്, സുഭാഷ് പാർക്കിന്റെ അവിടെയാണ് നടക്കുന്നത്. ഞാൻ മഹാരാജ് കോളേജിലാണ് പഠിക്കുന്നത്. എന്റെ ഫുള്ള് ബാച്ചും കോളേജ് അവിടെ വന്നിരിക്കുകയാണ് കൈയടിക്കാനായിട്ട്. ഇവനെ കണ്ടോടുകൂടി എനിക്ക് കൈയടിക്കുന്ന കാര്യം മറന്നുപോയി. ഇവനാണ് ഫുൾ കൈയടിയും ബഹളം. കാരണം ഇവന്റെ വന്നു വരവും അന്നെടുത്ത ശബ്ദങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റഡ് ആയി. അപ്പൊ ഈ എന്ന് വെച്ചിട്ട് പെർഫോമൻസ് ഉഗ്രനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് കറക്റ്റ് 1, 2, 3. പിന്നെ കാശ് കൊടുത്തും ഇതും കൊടുത്തും മേടിക്കുന്ന താൽക്കാലികമല്ലേ. ഇപ്പൊ എന്റെ മകൻ യൂണിവേഴ്സിറ്റിയിൽ കോമ്പറ്റീഷന് പോയി. ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചിട്ട് പോലും, എനിക്ക് പോലും അറിയില്ലായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിന് പോകണമെന്ന്. നമ്മളൊക്കെ അന്ന് കഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നത്, സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുക്കണം. ബസ്സിൽ അത് ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ട്. ഈ പരിപാടി നടത്തിയ സ്ഥലത്ത് തന്നെ ബക്കറ്റ് പിരിവ് നടത്തിയിട്ടാണ് നമ്മൾ പരിപാടിക്ക് പോണത്, സുഭാഷ് പാർക്കിൽ. എന്നിട്ട് കയറി ഇപ്പൊ കോട്ടയത്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ കയറിയിട്ട് റൂമൊന്നും ഉണ്ടാവില്ല, 10, 15, 30 പേര് ഇരിക്കുന്ന സ്ഥലത്താണ്. അപ്പൊ ശരിക്കും അത് തീയിൽ കുരുത്തിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ 4 കാലിൽ എവിടെയും വീഴുള്ളൂ. കാരണം സൗകര്യങ്ങളില്ലാണ്ട് വന്നിട്ടുള്ള ആൾക്കാർ, എനിക്കിപ്പോ ഇവിടെ മാതൃഭൂമി പത്രം പിരിച്ചാലും കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചിലര് ഇല്ലേ, എനിക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന്, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ചായയിൽ പാലില്ല, കുഴപ്പമില്ല. വെള്ളമില്ല, കുഴപ്പമില്ല. അല്ലെങ്കിൽ മധുരമില്ല, അത് ഒരു കുഴപ്പമില്ല. അങ്ങനെ വന്നേക്കുന്നത് കൊണ്ട് ഭയങ്കര പാകപ്പെട്ട് എന്ത് ഫേസ് ചെയ്യാനുള്ള. അപ്പൊ സിനിമയിൽ ചെന്നപ്പോഴും അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടല്ല. ഞാൻ അപ്പൊ തന്നെ റോട്ടിൽ ടാറ് പണി ചെയ്യുന്ന ആൾക്കാരെ ഓർക്കണത്. നമുക്ക് ഇത്രയും സൗകര്യം തന്നില്ല എന്നാണ് ഓർക്കണത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പൊ മനസ്സിലായി, അന്നാണ് അവൻ പറഞ്ഞത് ലുക്കിലല്ല വർക്കിലാണ് കാര്യമെന്ന്. അതാണ് പിന്നീട് ഹിറ്റായത് എല്ലാവരും പറഞ്ഞത്. ഇപ്പൊ എനിക്ക് മത്സരിക്കുന്നവർ ഈ പറഞ്ഞ പോലെ തന്നെ എന്തിന്റെ പേരിലാണെങ്കിലും മത്സരിക്കുമ്പോൾ നമുക്ക് 1ാം സമ്മാനം കിട്ടണം എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തോടു കൂടി ചിലപ്പോൾ കിട്ടാത്തവർ അപ്പീലിന് പോവുക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സീനുണ്ടാക്കുക. പക്ഷെ അവർക്ക് അവരുടെ ആ പെർഫോം ചെയ്യുന്ന സമയത്തുള്ളൊരു വികാരം, അത് കിട്ടാതെ വരുന്നത്, അതിൻ്റെ വിഷമങ്ങളൊക്കെ കാലം കുറെ കഴിയുമ്പോൾ ഇപ്പം നമുക്ക് തോന്നുന്ന പോലെ തന്നെയാണ്. അവരുടെ അതേ ഫീലിങ്ങിലൂടെ കടന്നു വന്നവരാണ് നമ്മളൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ അതിനെയൊക്കെ നമുക്കൊരു തമാശയായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഭയങ്കര ചിരി, എന്തിനായിരുന്നു ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, നമുക്ക് എന്തെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് കിട്ടുന്നത്
ഇത്തരം മത്സരവേദികളിലൂടെ വന്നതിൻ്റെ ഒരു ഊർജ്ജമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതെ അതെ ആ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പുള്ള ഒരു പ്രഷറുണ്ട്, ടെൻഷൻ ഉണ്ടല്ലോ, പരീക്ഷ എഴുതാൻ പോകുമ്പോഴുള്ള ഒരു അതേ ഇത് തന്നെയാണ്. പ്രൈസ് കിട്ടുമ്പോൾ സന്തോഷം, അതെ അതെ കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ നിരാശ വരും. അപ്പം വീണ്ടും അടുത്തതിന് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ അപ്പം നമുക്ക് സ്വയം മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ഒരു താല്പര്യം കൂടും നമുക്ക്. ഞാനതൊരു ജീവിതമാർഗ്ഗമാവും എന്ന് വിചാരിച്ച് പോയതല്ല, എനിക്ക് അറ്റൻഡൻസിന് വേണ്ടിയാണ് പോയത്. എൻ്റെ പ്രിൻസിപ്പൽ ഭരതൻ സാറ് പറഞ്ഞ് മത്സരത്തിന് പോയി സമ്മാനം കിട്ടിയാൽ നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ പോയതാണ്. അപ്പൊ അതില് പ്രൈസ് കിട്ടി. അപ്പൊ ഈ സലീം കുമാർ ഏട്ടന് സലീം കുമാർ ശരിക്കും ഈവനിങ് കോളേജിലായിരുന്നു മാരാസ്. പുള്ളി പകല് വേറെ ജോലിയുണ്ട്, വരുമാനമുണ്ട്. പുള്ളി ഇൻസ്റ്റാൾമെന്റില് ഇവന്റെ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ജോലി നമ്മൾ സാധാരണ പഠിച്ചു കഴിഞ്ഞിട്ടല്ല ജോലിക്ക് പോകുന്നത്, പുള്ളി ജോലി കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വന്നത്. പിന്നെ ഡെയിലേക്ക് മാറിയതാണ് പുള്ളി. 916 കുഞ്ഞൂട്ടനിൽ നിങ്ങൾ മലയാളത്തിലെ ഒരു കോംബോ പോലെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. അല്ല, കോംബോ അല്ല, സോറി, നമ്മൾ ചെയ്തിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതിന്റെ അകത്ത്. ഓക്കെ, വേറെ ഒരു കഥാപാത്രങ്ങളായിട്ട് എന്നാൽ നിങ്ങൾ രണ്ടുപേരും പ്രസൻസ് ഈ മൂവിയിലുണ്ട്. പക്ഷെ തമിഴില് നിങ്ങൾ ഇങ്ങനെ ഒരു കോംബോ വേഷം ചെയ്തു. തമിഴില് പുള്ളിയോടൊപ്പം സൂര്യ വിജയ് ഒക്കെയാണ്. അല്ല, ഒരു മൂവി ഉണ്ടല്ലോ. ഓ അത് ഈ കൊച്ചെല്ലാം വിക്രമാദിത്യന് വേതാളം. ഇവൻ എത്ര മൂടി വെച്ചാലും വിക്രവും വേതാളവും വെളി വരും. അതെ, ഇനി ഈ കൊച്ചെല്ലാം തപ്പി പിടിച്ചോണ്ടാണോ വന്നിരിക്കണേ എന്ന് മറക്കാൻ ശ്രമിക്കുന്നു. ഒരു രാജാവും അദ്ദേഹത്തിന്റെ ചുമലിൽ തൂങ്ങിയ വേതാളവും ഇല്ലേ, ചെന്നൈ സിറ്റി കംപ്ലീറ്റ് പോസ്റ്റർ, ആ കഥയില്ലേ? അതെ, വിജയണ്ണന്റെ പടത്തിനൊപ്പം തന്നെ നിങ്ങളുടെ അത് ശരിക്കും ഷാജി പാപ്പൻ ഒരു എപ്പിസോഡിനുള്ള വകുപ്പുണ്ട്, നമുക്ക് പിന്നീട് പറയാം. അല്ല, ഷോർട്ട് ആക്കി ഒരു 2-3 ലൈൻസിൽ. അത് വേറൊന്നുമില്ല, അതൊരു ഒരു തമിഴ് ഡയറക്ടർ വന്ന് ടിനിയുടെ അടുത്ത് കഥ പറഞ്ഞു. ടിനി എന്നോട് പറഞ്ഞു, ഇവിടെ അത്യാവശ്യം നല്ല ഡിഫറെൻ്റ് ആയ സാധനമാണ്, നമുക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞു. ഞാൻ അഡ്വാൻസ് മേടിച്ചു എന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു. ടിനി മേടിച്ചാൽ പിന്നെ ഞാൻ മേടിക്കായിരിക്കുമോ? ഞാൻ കഥ പോലും കേട്ടില്ല, ഞാൻ മേടിച്ചു. ഇവന് അത്യാവശ്യം പേരുണ്ട് തമിഴില്, എല്ലാ മികച്ച നടന്മാരുടെ ഒപ്പം അഭിനയിച്ചേക്കുന്ന വ്യക്തിയാണ്. ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കഥാപാത്രം എന്താ പറയാ, പുരാണ കഥയാ. ഞാൻ വിചാരിച്ചു തമിഴിലേക്ക് എൻട്രി. ഇവനൊരു രാജാവും ഞാനൊരു വേതാളവും, ഞങ്ങളുടെ ഒരു സെപ്പറേറ്റ് പോർഷൻ, ഞങ്ങൾ കഥ പറയുന്നതാണ് സിനിമ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ചെന്നൈയിലൊക്കെ കാടുണ്ടെന്ന് ഞങ്ങൾക്ക് അന്നാ മനസ്സിലായത്. കാട്ടിൽ കൊണ്ടിട്ടിട്ട് ഈ അഡ്വാൻസ് മേടിച്ച ആളുടെ വായിന്ന് പത വരുന്ന പോലെ എന്നെ എടുത്തിട്ട് കുറ്റിക്കാട്ടിനകത്തൂടെയും കമ്പിന അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് വെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ക്ഷീണിച്ചു. എല്ലാ കാര്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇതൊന്നും റിലീസൊന്നും വരത്തില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, റിലീസാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെ ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഡ്രാമയിലും അല്ല അഭിനയിക്കുന്നുണ്ടോ? അന്നേരം ചോദിച്ചത് എന്താണ്? അല്ല, ഇവിടെ എല്ലാ പൈപ്പിൻ ചോട്ടിലും മെട്രോയുടെ പില്ലോയിലും എല്ലാം നിങ്ങളുടെ ഡ്രാമയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, രാജാവായിട്ട് ടിനിയും രാജകുമാരനായിട്ട് പക്രു. തിരുവനന്തപുരത്തെ കുട്ടിച്ചേക്കണേ നിറച്ചിത്രത്തിലുള്ള നോബി എന്നെ വിളിച്ചത്, അണ്ണൻ ബാലയിലും എല്ലാം അണ്ണൻ ഡ്രാമയിലും എല്ലാം ചെയ്തിട്ടുണ്ടോ? കാരണം ഈ ഗെറ്റപ്പ് വന്നപ്പോൾ, ചെറിയ പോസ്റ്റർ വന്നപ്പോൾ അതെല്ലാരും ഡ്രാമ നാടകത്തിന്റെ വില പോസ്റ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു. എല്ലായിടത്തും ഒട്ടിച്ചിരുന്നു. അങ്ങനെ ആ സിനിമ, പക്ഷെ ആ സിനിമ ഒരുപാട് സ്ഥലത്ത് അത് വർക്കാക്കി പുള്ളി കൊണ്ടുപോയി. അതാണ് നമ്മൾ ചില കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് വലിയ രീതിയിൽ കയറി ആളുകളിലേക്ക് എത്തും. അതുപോലെ ഈ 916 കുഞ്ഞൂട്ടനും വലിയ രീതിയിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ഇപ്പം ഈ തമിഴിന്റെ കാര്യം കുഴപ്പമില്ല, ഇപ്പം സുരാജേട്ടൻ തമിഴിൽ പോയി ഭയങ്കര റോക്കിംഗ് സ്റ്റാർ ആയി മാറിയിരിക്കുന്നു, എല്ലാരും ചിരിപ്പിച്ച് കുത്തുവാളെടുപ്പിക്കാണ് അവിടെ കിടന്ന്. ഇപ്പൊ ടിനിച്ചേട്ടന് എങ്ങനത്തെ ലൈക് തമിഴിൽ നിന്ന് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? എങ്ങനെയാ തമിഴിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഒരെണ്ണം ഞാൻ ചെയ്തിരുന്നു, റഹ്മാൻ സാറ്, നമ്മുടെ പഴയ നായകൻ റഹ്മാനില്ലേ, റഹ്മാന്റെ ഓപ്പോസിറ്റ് അറപ്പൈമ എന്നും പറഞ്ഞിട്ട്. പക്ഷെ അത് ചെറിയ കേസായിട്ട് അതങ്ങനെ ഇതിൽ തന്നെ ഇരിക്കുകയാണ്. നീ ചെയ്തതിനാണോ കേസ്? അവര് ഇപ്പൊ ഡയറക്ടറും പുള്ളിയായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതില് ഒരു ട്രാൻസ്ജെൻഡറിന്റെ വേഷമായിരുന്നു. ഇതുപോലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള അറപ്പൈമ. അത് ഗൂഗിൾ ഇതിലൊക്കെ ഉണ്ട്, നെറ്റിലൊക്കെ വന്ന് കിടപ്പുണ്ട്. പക്ഷെ ഇതുപോലല്ല, തിരിച്ചറിയാം, അത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സൂര്യയുടെ ഒരു PR ഉണ്ട്, അജയ് എന്നോ, പഴയ നാനയിലൊക്കെ വർക്ക് ചെയ്തിരുന്നത്.
അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ മേടിച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ വിളിപ്പിക്കാം എന്ന് പറഞ്ഞ് പറയുന്നു. ഓക്കെ. ഞാൻ തമിഴൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ, തമിഴില് വലിയ സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയേക്കുന്ന ആളാണ്. പാൻ ഇന്ത്യൻ സ്റ്റാർ ആദ്യത്തെ. പാൻ ഇന്ത്യൻ സ്റ്റാർ. അപ്പൊ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഒരു ചെറിയൊരു കുഞ്ഞൂട്ടൻ സെഗ്മെന്റ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ പക്രുചേട്ടൻ 25 ഇയേഴ്സ് ജേർണിയാണ് സിനിമയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പക്രുചേട്ടനോട് ഇപ്പോഴും എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിനി ടോം എന്നാണ് പറയാറ്. അപ്പൊ ഈ കുഞ്ഞൂട്ടനെ ഈ വലിയേട്ടൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാൻ ഒരു ചെറിയൊരു പണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. ഞങ്ങളുടെ ഒരു സൗഹൃദം ഏതാണ്ട് ഈ പറഞ്ഞ കാലയളവുണ്ട്. 25 വർഷത്തോളമായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം ഒന്നിച്ച് തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷത്തിന് മേലെയായിട്ടുണ്ട്. അതെ. ഇനിയും പോട്ടെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ. പക്ഷേ ഈ ഇത് വിജയിക്കും തോന്നില്ല. എന്നാലും തന്നേക്ക്. ഈ ഗേൾഫ്രണ്ടിന്റെ പേരെന്താണെന്ന് അതൊന്നും ചോദിക്കരുത്. ഇല്ല. അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൊടുകൂടാരത്തിലേക്കാണ് രണ്ട് മറ്റേ ഭാര്യയും ഭർത്താവും മനപ്പൊരുത്തം നോക്കാന്ന് പറഞ്ഞ് വരുന്ന പോലെ ഉള്ള ആ പേപ്പറുകളല്ലേ ഇത്? ചെറുതായിട്ട് അങ്ങനെ എന്നും പറയാം. ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടേ ഇപ്പൊ ഇതിന്റെ റിസൾട്ട് പക്രുചേട്ടന്റെ ചായ കൂടിയൊക്കെ മാറിയോ? അല്ലല്ല, ഇതേ മാറിയോ? ഇതെല്ലാം ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നോക്കിട്ട് എന്നെ വായിച്ചു നോക്കിട്ടെ എന്റെ പല പൊരുത്തം കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കപ്പിൾസിനെയൊക്കെ അല്ലേ ചെയ്യാറുള്ളത്. കെണ്ണാശയിൽ ആദ്യമായിട്ട് ഇങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ വരുന്ന അല്ലേ? ഇത് തന്നെ എനിക്കൊരു ടാസ്ക്. എന്താണെന്നറിയോ, എനിക്ക് ഇങ്ങനെ വെച്ച് എഴുതാൻ അറിയത്തില്ല. വെച്ചെഴുതാനൊന്നുമില്ലല്ലോ, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്ക് ഒന്നും ഉറപ്പില്ല നിങ്ങൾ കള്ളക്കളി കളിക്കില്ലെന്ന് അറിയാനാ. ഓക്കെ, ഷോർട്ട് ഹാൻഡ് പോലെ എഴുതുന്നുള്ളൂ, കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മുടെ കുഞ്ഞൂട്ടന്റെ ബർത്ത്ഡേ എന്നാണ്? പക്രുചേട്ടന്റെ ബർത്ത്ഡേ. പക്രുചേട്ടന്റെ എഴുതണം ശരിക്കുള്ളത്. ഇവനെ എന്റെ ഈ എടുത്ത് കഴിഞ്ഞോണ്ട് അറിയാൻ പറ്റും. ബെസ്റ്റ് ഫ്രണ്ട് 25 വർഷം. നക്ഷത്രം മതിയാ? ബർത്ത്ഡേ നക്ഷത്രം വിഷാദം. അതറിയാവുന്നുള്ള ഏറ്റവും വലിയ കാര്യം. മമ്മൂക്കയുടെ നക്ഷത്രമാണ്. ഓക്കെ. പറയല്ലേ, അവിടെ ആലോചിച്ചോണ്ടിരിക്കും 25 വർഷത്തെ ബന്ധമുള്ള ഫ്രണ്ട് ബർത്ത്ഡേ വിഷയം. ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോയിട്ടുണ്ട്. ഇവന്റെ എടപ്പള്ളി പള്ളിയിൽ. ഏത് മാസം? ഇനി ആ വികാരി അച്ഛൻ വിളിച്ചു ചോദിക്കണം എന്നാണ് വന്നത്. ക്ലൂ എന്തെങ്കിലും കൊടുക്കണോ? ഓക്കെ. ഇനി അടുത്തത് ചോദിച്ചോ. ഞാൻ എഴുതി കഴിഞ്ഞു. ലാസ്റ്റ് പറയാ. അല്ല, ഇപ്പൊ തന്നെ പറയാം. ഉത്തരവും കൂടെ പറഞ്ഞങ്ങ് പോവാം. ഓക്കെ. എന്നാ ഡേറ്റ് പാസ് അറിയത്തില്ല, മറന്നുപോയി. മന്ത് മാർച്ച്. പക്രുചേട്ടന്റെ മാർച്ച് എഴുതിയിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ അവന്റെ അല്ലേ എഴുതണ്ടത്. ജൂലൈ വിശാഖം പൊട്ടത്തെറ്റ് ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ച ഗെയിം തെറ്റിപ്പോയി. പക്രുചേട്ടന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോ രണ്ടുപേരും പക്രുചേട്ടന്റെ ബർത്ത്ഡേ തന്നെയാണ്. എന്റെ പിന്നെ എനിക്ക് എഴുതാൻ എളുപ്പല്ലേ? പക്ഷെ അങ്ങനെയല്ല, ഈ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ്. അതിപ്പോ അപ്പൊ ഇതാണ് കറക്റ്റ്. അങ്ങനെയല്ല, ഇതാ കറക്റ്റ്. മനസ്സിലായി? ശരിയാ. അങ്ങനെ ഇപ്പൊ ടിനിച്ചേട്ടന്റെ രണ്ട് ടെസ്റ്റ് ഒരുമിച്ച് കഴിഞ്ഞില്ലേ? രണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ ടിനിച്ചേട്ടനെ കുറിച്ച് ചോദിക്കുമ്പോ ടിനിച്ചേട്ടനും ഒരു ചോദ്യം ഒഴിവാക്കി തന്നില്ലേ? ഇതിപ്പോ വട്ടം പൊളിഞ്ഞെന്ന് അവൻ മാസം കറക്റ്റ്. ഞാൻ പറയാണ് ഇത് തന്നെ വെക്കണം. എന്നിട്ട് ആദ്യത്തെ ചോദ്യം തന്നെ പൊളിച്ച രണ്ട് സുഹൃത്തുക്കൾ. ഓഗസ്റ്റ്. മനസ്സിലായില്ലേ? ക്ലാഷ് ആണ്. എന്താ ഓഗസ്റ്റ്? എന്താ എഴുതി വെച്ചേക്കുന്നത്? ഓഗസ്റ്റ്. ഓക്കെ, ഇനി അങ്ങനെയാട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ. ടിനിച്ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ്. ടിനിച്ചേട്ടന്റെ തന്നെയാണ് എഴുതേണ്ടത്. പക്രുചേട്ടൻ ഫേവറേറ്റ് ഫുഡ്. എപ്പോഴും നിങ്ങൾ ഷോക്കൊക്കെ പോകുമ്പോ എപ്പോഴും അങ്ങനെ ഒരു സാധനം പറയാറില്ല. പല ഇതാണ് ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അവനറിയാതെ കറക്റ്റ് പറയും. അതൊക്കെ ഒരു കഥകളാണ്. എന്നാലും എപ്പോഴും ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴൊക്കെ കഴിക്കാൻ തോന്നുന്നത്? പക്രുചേട്ടൻ പോലെ കിട്ടുന്നത്. വലിയ കാര്യത്തിൽ എഴുതണുണ്ടോ? അല്ലാതെ രക്ഷയുള്ളൂ. നമ്മള് US-ലൊക്കെ പരിപാടിക്ക് ചെല്ലുമ്പോ, യാത്ര പോകുമ്പോ എനിക്ക് കഞ്ഞിയും ഇത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ബർഗർ കഴിക്കേണ്ടി വരും, ചിലപ്പോ ഫ്രൈഡ് ചിക്കൻ കഴിക്കേണ്ടി വരും. അതാണ് കിട്ടുന്നതാണ്. പക്ഷെ എനിക്ക് കിട്ടില്ല, ഇഷ്ടം പുട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങള്
എന്താ അല്ല ചോദിച്ചോളൂ. നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് പോയ ഒരു ഷോയുടെ മാസം, ഡേറ്റ് ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല, രണ്ടുപേർക്ക് ഓർമ്മയില്ല. ഇല്ല. ആദ്യമായിട്ട് പോയതൊന്നും ഇത് പോലീസിലൊക്കെ ഈ അടുത്ത് പോയ ഷോയുടെ ചോദിച്ചപ്പോൾ ഓർമ്മയില്ല. ഓർമ്മയില്ല. ഓക്കെ. പോലീസ് കേസായിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കും. നമ്മൾ ഡേറ്റ് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ FIR ഉണ്ടാവും. ഇതെങ്ങനെ ഓർത്തിരിക്കാനാ? അങ്ങനെയാണ് ഒരു അമേരിക്കൻ പ്രോഗ്രാമിന്റെ ഇത് ഓർക്കുന്നുണ്ട് ഞാൻ. സെപ്റ്റംബർ. കാരണം സെപ്റ്റംബർ 11 കഴിഞ്ഞിട്ടാണ് ആ പ്രോഗ്രാം. ആ സെപ്റ്റംബർ 11 വിഷയം ഉണ്ടായില്ല അമേരിക്കയില്, ഫ്ലൈറ്റ് തന്നെ ഇടിച്ചിട്ട്. അത് ഇടിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു കേസിൽ പെട്ടത്. ഒരു കത്തി കേസ്. അത് ഫേമസ് കഥയാണ്. എന്താ അറിയൂ ടെററിസ്റ്റ്, അത് മനസ്സിലായില്ല ആദ്യം അവരെന്ത് ചോദിച്ചാലും അവരുടെ ഒരു ആക്സെന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടൂല. എങ്ങനെ രക്ഷപ്പെട്ട എന്നിട്ട് ഐഡന്റിറ്റി കാർഡ് എല്ലായിടത്തും പക്രുചേട്ടൻ ഉള്ളതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു. അപകടം വരുമ്പോ മാത്രം. ഓക്കെ. നിങ്ങളുടെ സ്കോർപിയോയുടെ നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ നമ്പർ രണ്ടുപേരും, അവനും സ്കോർപിയോ ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അല്ല, കോമൺ സ്കോർപിയോ ആദ്യത്തെ സ്കോർപിയോയുടെ രജിസ്ട്രേഷൻ നമ്പർ എനിക്കറിയില്ലാത്തോണ്ട് ഇനി ഓക്കെ ഒരുമിച്ച് കാണിച്ചോളൂ. KL7 4050 അല്ലേ? 4050. അയ്യോ കറക്റ്റ് ആണ്. അയ്യോ ഞാൻ തെറ്റിച്ച്. 4050 കറക്റ്റ് ആണ്. ഞാൻ വണ്ടി എടുത്ത് കാണുകയും ചെയ്തു കുറച്ചാൾ മുമ്പ്. അവിടെ തെറ്റിച്ച്. അപ്പൊ വണ്ടിയുടെ നമ്പർ എനിക്കറിയാൻ പറ്റില്ല, ഓർമ്മ കിട്ടൂല. ഓക്കെ. പക്രു ചേട്ടന്റെ വെഡിങ് ഡേറ്റ്, വെഡിങ് എന്നായിരുന്നു, മന്തെങ്കിലും എഴുതണം. ഒറ്റ സുഹൃത്ത് അല്ലേ? ഞാൻ ഉണ്ടായിരുന്നു, കെട്ടിക്കാനുണ്ടായിരുന്നു. വെഡിങ് മൊത്തം ഡേറ്റ്സ് ആണ് ചോദിക്കുന്നത്. അതാണ് മന്തിലേക്ക് കിടന്നില്ലേ? ഞാൻ എന്റെ ബർത്ത്ഡേ ചോദിച്ച വീട്ടിൽ ഒരു ഡേറ്റ് ഞാൻ ഓർത്തിരിക്കാറില്ല. മന്ത ഇപ്പൊ ഞാൻ ചോദിച്ചേ. അതും ഓർക്കൂല. അതും ഓർക്കൂല. വന്നാലും ഒന്നും ഒരു ക്ലൂ കൊടുക്ക പക്രു ചേട്ടാ. ഓക്കെ. ഇവരുമായിട്ട് ബന്ധമുള്ളൊരു മന്ത് ആണോ? അപ്പൊ ഓക്കെ, മാർച്ച്. ഓക്കെ. ടിനി ചേട്ടന് ഒഴിവ് സമയങ്ങളിൽ ഇപ്പൊ ബിസി ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഒരു ഹോബി എന്ന് പറയാം. ഇപ്പൊ വെറുതെ ഒക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? പറയട്ടെ. ഇവരൊരു ഗിറ്റാറുണ്ട്, അത് വെച്ച് പാട്ട് പാടിയിട്ട് അയലൊക്കെക്കാർക്ക് ശല്യം ഉണ്ടാക്കുക. റാപ്പ് മ്യൂസിക്. പറഞ്ഞത് കുറച്ച് കറക്റ്റ് ആണ്. പിന്നെ സിനിമ കാണും. സിനിമ കാണും, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. ഓക്കെ. പക്രു ചേട്ടന് ദേഷ്യം വരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പക്രു ചേട്ടൻ ഒരു ദേഷ്യം. അത് രണ്ട് കാലഘട്ടം ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളതും. അങ്ങനെ പക്രു ചേട്ടൻ എഴുതിക്കാം. എനിക്ക് ഞാൻ ശരിയാണെന്ന് പറഞ്ഞപ്പോലെ പറ. ഒരു കാലഘട്ടത്തിൽ ചായ കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആവും. ഇപ്പൊ ക്ഷമാശീല്. ഒന്നിലും അഡിക്ഷൻ ഇല്ല. ഞാൻ കണ്ടിടത്തോളം ഒരു അഡിക്ഷൻ പോയി. ചായയുടെ ശീലം മാറുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം എന്താ പറഞ്ഞാല് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, ഒരു ചായ എടുക്കാം. അങ്ങനെ പക്ഷെ വീട്ടിലാണുണ്ട് കേട്ടോ. വീട്ടില് ഇടയ്ക്ക് ചായ കോഫിയൊക്കെ ഇടയ്ക്ക് ടൈം എടുക്കുമ്പോഴൊക്കെ. അപ്പൊ എനിക്കിപ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യം വെഡിങ് ഡേയില് ഒരു ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വൈഫായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കിന് ഇതിനോടൊക്കെ ഞാൻ എത്ര ചായ ഉണ്ടാക്കി കാണും. വൈഫ് എന്നോട് ചോദിക്കുക, ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്നത് ചായ ആയിരിക്കും. ഓക്കെ. ടിനി ചേട്ടന്റെ ഫേവറേറ്റ് ഗാഡ്ജറ്റ് എന്താണ്? ഇതൊക്കെ എളുപ്പമാട്ടെ. മന്തും ഡേറ്റ് ഒക്കെ വിട്ടു. എല്ലാവർക്കും ഇതുള്ള മൊബൈൽ തന്നെ ഇരിക്കുള്ളൂ. ആണോ? പക്രു ചേട്ടൻ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. ടിനിച്ചേട്ടൻ്റെ ഇവന്റെ ഈ ഒരു കുരിശുണ്ട്. അത് ഈ ചില പ്രത്യേക ഇവന്റെ ഒരു പണ്ട് തൊട്ടുള്ള ഒരു അതിനൊന്നും ഒരു ഇതുണ്ട്. അത് അതിങ്ങനെ പലയിടത്തും ഭയങ്കര രക്ഷയായിട്ട്
കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഗാഡ്ജറ്റ് അല്ല, എന്നാലും ഗാഡ്ജറ്റ് അല്ല, പക്ഷെ ഒരു കൂടെ കൊണ്ട് കിടക്കുന്ന ഒരു സംഭവമാണത്. ഓക്കെ. ഈ 3 കാര്യങ്ങൾ ഇല്ലാണ്ട് ഒരു ദിവസം പക്രുചേട്ടന്റെ നീങ്ങില്ല. ഏതായിരിക്കും ആ 3 കാര്യങ്ങൾ? ഈ 3 കാര്യം വേണം പക്രുചേട്ടൻ ആ ഒരു ദിവസം നീങ്ങണമെങ്കിൽ. എന്തൊക്കെയായിരിക്കും? പറയല്ലേ. ഒന്ന് ന്യൂസ് കാണും, ശരിയല്ലേ? പണ്ടത്തെ ഇത് ഇതിട്ട് പിന്നെ ചായ കുടിക്കലായിരുന്നു. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മൊബൈലിൽ സ്ക്രോളിങ്. ഈ 3 ഇപ്പോഴും മൊബൈൽ പക്ഷെ ഇപ്പോഴൊന്നും ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. മൊബൈലുണ്ട്, എന്നാലും ഒരുപാടില്ലെന്നുള്ളൂ. എല്ലാം എല്ലാം മാറി. നമ്മളിങ്ങനെ വളരെ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് മാറുമല്ലോ. ഒന്നിനോടും ഈ അമിതമായിട്ടുള്ള ഇതിലേക്ക് പോവാതെ പരമാവധി ശ്രമിക്കാറുണ്ട്. ചായ കുടിക്കും, കണ്ടമാനം കഴിക്കുമായിരുന്നു, അത് വളരെ കുറച്ചു, അളവ് കുറച്ചു, അങ്ങനെ കൊണ്ടുപോകുന്നു. നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ടിനിച്ചേട്ടൻ ഈ 3 കാര്യമില്ലെങ്കിൽ ടിനിച്ചേട്ടന്റെ ഒരു ലൈഫ് മുന്നോട്ടേക്ക് പോലെ എന്തായിരിക്കും? ഒന്ന് ഏറ്റവും പ്രധാനം തിരക്ക്. അടങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും സംഭവങ്ങളാണ്. തിരക്കില്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയി പോയി. പുള്ളിക്ക് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കാനാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തമ്മിൽ തന്നെ കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം അത് തന്നെ. എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. പിന്നെ ഒരു ബ്ലാങ്കറ്റിനകത്ത് കിടക്കി ഉറങ്ങാൻ അതിനകത്ത് തന്നെ ഇരിക്കും. ഇറങ്ങാൻ പാടാ, പക്ഷെ ഇറക്കാൻ പുള്ളിക്ക് താല്പര്യമാണ്. അങ്ങനെയാണ് ഞങ്ങളെ ഒരു ഇത് കോമ്പിനേഷനിൽ ആയിരിക്കും. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നത് വണ്ടികൾ, ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫോണും അതായത് ഫുൾ ടൈം ടിനി അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വിളിച്ചാലും ഫുൾ ടിനി എടുക്കും. എനിക്ക് എന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഇടയ്ക്ക്. അസോസിയേഷൻ ഉണ്ട് ഒന്നാമത്. മാ അസോസിയേഷനിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആണ്, ഇവൻ മെമ്പർ, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അമ്മയിലുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. എന്തെങ്കിലും ഒരു ആവശ്യം എപ്പോഴാണ് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ കയ്യിൽ എപ്പോഴും വേറെ വല്ല മെസ്സേജ് വന്ന് അപ്പൊ തന്നെ മാറ്റിക്കളയണ്ടേ വീട്ടില്. അയ്യോ, അത്ര ഞാൻ ചിന്തിച്ചില്ല. തമാശ പറഞ്ഞു. ഈ പക്രുചേട്ടനില് ടിനിച്ചേട്ടന്റെ ഒരു സ്വഭാവം മാറ്റണം എന്നൊരു വരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സ്വഭാവമായിരിക്കും മാറ്റാൻ പോകുന്നത്? എന്റെ ടിനിച്ചേട്ടന്റെ ഒരു സ്വഭാവം മാറ്റാനുള്ള ഒരു വരം പക്രുചേട്ടന് ലഭിച്ചിരിക്കുക. അപ്പൊ എന്ത് സ്വഭാവമായിരിക്കും മാറ്റുന്നത്? എടുത്തിയാട്ടം. ഏറിപ്പോകലല്ല, ഇത് ഇച്ചിരി ഇത് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും. പക്ഷെ ടിനി സ്പോർട്ടീവായിട്ട് തന്നെ, സ്പോർട്ടിൽ തന്നെ ചിലത് പ്രതികരിക്കും, പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ പുള്ളി ഇതൊക്കെ മാറ്റി കേട്ടോ. അത് കുറയ്ക്കാനുള്ള ഇത് എന്താ പറയുന്ന മനസ്സിലായി. നമ്മളൊരു 3 പ്രാവശ്യം ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ പക്രുചേട്ടനിൽ ഒരു സ്വഭാവം മാറ്റണം എന്ന് വിചാരിച്ചിരുന്നാൽ എന്തായിരിക്കും? മടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവന്റെ ഈ ലെവലിൽ അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മടിയല്ല, മാറ്റണം എന്ന് കുറച്ചും കൂടി ലൈവായിട്ട്. അതായത് ഇപ്പൊ ഈ തമിഴ്നാട്ടിലൊക്കെ PR വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ അല്ലെ കുറേയും കൂടി വർക്ക്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തമിഴ്, ഹിന്ദിയിൽ വിളിച്ചിട്ട് പോയില്ല ഇവൻ. മറ്റേ സിദ്ദിഖ് സാറിന്റെ പടത്തില് ഹിന്ദി പറയാൻ പറ്റൂല. അപ്പൊ അതിനൊരു എഫോർട്ട് എടുക്കാത്തതിലുള്ള വിഷമമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രമത്തേക്കാൾ കൂടുതൽ ഭാഗ്യവും കഴിവാണ്, അത് ഓക്കെ. പക്ഷെ ശ്രമം കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നി. കാരണം ലാംഗ്വേജസിലൊക്കെ പല ലാംഗ്വേജ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഹോളിവുഡിൽ വരെ എത്താൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ടിനിച്ചേട്ടൻ തന്ന ഒരു ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഓണത്തിന് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടിനിച്ചേട്ടൻ തന്നതിൽ ഏറ്റവും സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു സാധനം എന്താണ്? ടിനി തന്നതിനോ? എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട്? അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തുടക്കകാലത്തേക്ക് കുറേ നല്ല ഓർമ്മകളുണ്ടല്ലോ. ഒരുപാട് ചിരിച്ചിട്ടുള്ള, ഒരുപാട് ഞങ്ങളൊന്നിച്ച് ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മുടെ യാത്രകളും നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു, ബിജുക്കുട്ടൻ, ഷൈജോ. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങളുടെ അക്കാലത്തെ യാത്രകൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരുപാട് ചിരിച്ചു പോയിട്ടുള്ള ഒരുപാട് നല്ല നല്ല മെമ്മറബിൾ മൂമെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോഴും സൗഹൃദത്തിന്റെ ഒരു ഇതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അത്. അതെ, ടാൻജിബിളിനേക്കാൾ ഇൻടാൻജിബിൾ ഗിഫ്റ്റ്സ് ആണ് എപ്പോഴും ബ്യൂട്ടിഫുൾ. ഇനി എനിക്ക് ഇവൻ ഈ പടം വിജയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇവൻ സമ്മാനം തരട്ടെ. അതെ, എന്തായിരിക്കും?
ഇപ്പൊ കാറൊക്കെ അല്ലേ അല്ലേ അതെ പേര് 916 ആണ്. അപ്പൊ ഒരു തങ്കം തന്നെ കൊടുത്തേക്കാം. അതുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുക്കാം. ഇപ്പൊ കാറൊക്കെ അല്ലേ ഫാഷൻ. അതെ അതെ പടം വിജയിച്ച് കാർ കിട്ടിയ പോലെ റോളക്സ് വാച്ച് റോളക്സ് വാച്ച് യെസ്. അങ്ങനെയൊക്കെ കിട്ടട്ടെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ടിനി ചേട്ടനോട് ഇപ്പഴേ ചോദിച്ചു ഏത് കാറാ വേണ്ടത്? അല്ല അതൊന്നും നമ്മളിപ്പോ എനിക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. എനിക്ക് കയറി പോകാനൊരു കാറ് അത്ര. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് നേരമായിട്ട് ടിനി ചേട്ടൻ ആൻഡ് പക്രു ചേട്ടന്റെ വിശേഷങ്ങളും 916 കുഞ്ഞൂട്ടന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മൂവിനെ കുറിച്ച് കുറച്ചും കൂടെ ഇൻ ഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ല ഒരു സർപ്രൈസ് ആയിട്ട് ഒരാളും കൂടെ വരാനുണ്ടെന്ന്. യെസ്, ഇദ്ദേഹമാണ് അദ്ദേഹം. നമസ്കാരം, രാകേഷ് സുബ്രഹ്മണ്യം അല്ലേ? നമസ്കാരം ടു ദ കനാഷ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ ചേട്ടനെയും കൂടെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ. അപ്പൊ ഇത് 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മൂവിയാണോ ചേട്ടൻ? ഫസ്റ്റ് മൂവിയാണ്. എങ്ങനെയാണ് ഈ ഒരു കോംബോയിലേക്ക് എത്തിപ്പെട്ടത്? എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്നല്ലേ പറയുന്നത്, ഇത്രയും വലിയ കോംബോയിലേക്ക് ഞാനാണ് എത്തിപ്പെട്ടത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സമയത്ത്. എന്താ പറയാ, ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് പ്രേക്ഷകരത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണല്ലോ നമുക്കതൊരു ഹാപ്പിനെസ് എന്നുള്ളത് പൂർണ്ണമായി പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി പോലെ. കാരണം കുറെ മെച്ചപ്പെടാനുണ്ടാവും, അതൊക്കെ പിന്നെ അടുത്ത മൂവീസിലേക്ക് മെച്ചപ്പെടുത്താം. ബട്ട് ആസ് എ സ്റ്റാർട്ടിങ് എല്ലാം നല്ലൊരു ആർട്ടിസ്റ്റുകൾ, കാരണം ആർട്ടിസ്റ്റ് ലൈനപ്പ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത്രയും എക്സ്പീരിയൻസ്ഡ് കുറെ ആർട്ടിസ്റ്റിന്റെ കൂടെ ആദ്യത്തെ മൂവി തന്നെ ഒന്ന് അഭിനയിക്കാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആക്ടിംഗ് പാഷൻ ആയിരുന്നോ പണ്ട് മുതലേ? ആക്ടിങ്ങിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് സിനിമ കാണുക. ഫസ്റ്റ് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എപ്പോഴും ഒരു അഭിനയത്തിനോട് ഒരു ചെറിയ ആഗ്രഹം. പക്ഷെ ചെറിയ സ്കൂളിലെ വേദികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതിന്റെ ഡയറക്ടർ ആളുടെ ഒരു മുമ്പത്തൊരു വർക്ക്ഔട്ട് ആവാത്തൊരു കോവിഡിന്റെ സമയം കാരണം പോയൊരു മൂവി ഉണ്ടായിരുന്നു. അതിലേക്കൊരു ക്യാരക്ടർ ആയിട്ടാണ് ഫസ്റ്റ് വന്നത്, ഒരു ഡോക്ടറിന്റെ ക്യാരക്ടർ. പിന്നെ അവിടെ അത് മിസ്സായി. പിന്നെ അത് 916 കുഞ്ഞൂട്ടനിലേക്കാണ് ഇപ്പോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും മുന്നേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഇവരെ പക്രുചേട്ടനും ടിനി ചേട്ടനും എന്താണ് പറഞ്ഞത്, ഇങ്ങനെ അഭിനയ രംഗങ്ങളൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടോ? കോമ്പിനേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ചെറുതായി പേടിച്ചു നിൽക്കുമ്പോ ഒക്കെ സ്റ്റാർട്ടിങ് തന്നെ ഇവർ രണ്ടുപേരുമാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ലൈക്ക് ദിസ് എ സ്റ്റേജ്, നമുക്ക് ചെയ്യാനുള്ളത് പരമാവധി ചെയ്യുക. കാരണം ഇപ്പൊ ഇവിടെ പേടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല. അത് ഒരു ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ ഇവർ രണ്ടുപേർക്കും പറ്റി. കാരണം ചേട്ടൻ എപ്പോഴും മോർണിംഗ് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 20 മിനിറ്റ്സോ ആദ്യം സംസാരിക്കും. ചേട്ടൻ വന്ന് റെഡി ആവുന്നതിന് മുമ്പേ ആദ്യം ചേട്ടനൊരു ചായ കുടിച്ചുകൊണ്ട് സെറ്റില് എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് ഒന്ന് സംസാരിച്ച് എല്ലാവരുമായിട്ട് റാപ്പുമായിട്ടാണ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ റെഡി ആവാൻ തന്നെ പോണത്. അപ്പൊ തന്നെ അവിടെ എല്ലാവർക്കും ഒരു 20 മിനിറ്റ്സ് തന്നെ ഒരു ഫ്രഷ്നെസ് ആവും. പിന്നെ ടിനി ചേട്ടൻ ടു ബി വെരി ഫ്രാങ്ക് എപ്പോഴും ലൈക്ക് ഏത് നിമിഷവും എന്തിനും എന്നുള്ള രീതിയിൽ ചേട്ടൻ അവിടെ ഉണ്ട്. ഗൗരവ് കുമാറാണോ? പിന്നെ ടിനിച്ചേട്ടൻ എനിക്ക് ഫസ്റ്റ് ഒക്കെ പേടിയായിരുന്നു. അല്ല, ടിനിച്ചേട്ടൻ ലൈക്ക് ആദ്യം നമ്മൾ വരുമ്പോൾ ടിനിച്ചേട്ടനെ കണ്ടപ്പോൾ ലൈക്ക് പക്രുചേട്ടനെ കാണുമ്പോൾ നമുക്കൊരു ഇതുള്ളത് പോലെ ടിനിച്ചേട്ടനെ എനിക്ക് ആദ്യം പേടിയായിരുന്നു. ലൈക്ക് എങ്ങനെയായിരിക്കും ടിനിച്ചേട്ടൻ എന്തെങ്കിലും ലൈക്ക് ചൂടാവോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ. അതല്ല, ജന്മന അഹങ്കാരിയാണ് എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അല്ല അങ്ങനെയല്ല, എന്നാലും നമുക്ക് അയ്യോ ടിനിച്ചേട്ടൻ കാണുന്ന പോലെയല്ല. പരിചയപ്പെട്ടാൽ ലൈക്ക് നമുക്ക് വേറൊരു ഒരാളെ അതിന്ന് കാണാൻ പറ്റും. സോ ഹംബിൾ. ഞങ്ങൾ ആദ്യകാലത്തൊക്കെ ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചൊക്കെ പോകുമ്പോൾ പലരും ചോദിക്കും എന്നോടും, ശരി എങ്ങനെ ബോഡി ലാംഗ്വേജിന്റെ എക്സ്പ്രഷനും രീതികളൊക്കെ അങ്ങനെയാണ്. ടിനി അറിയാവുന്നവർക്കറിയാം ടിനി എന്താണ്, ടിനി ഇത്ര ഉള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവത്തിലാണ് ആദ്യം ഇദ്ദേഹവും പറഞ്ഞത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ സപ്പോർട്ട്, ഈ പടം സംഭവിക്കാൻ, കുഞ്ഞൂട്ടൻ എന്ന സിനിമ സംഭവിക്കാനുള്ളൊരു മൂല കാരണം ശരിക്കും രാകേഷാണ്. രാകേഷാണ് പ്രൊഡ്യൂസറുമായിട്ട് കണക്ഷനും ഇതിന്റെ കാര്യങ്ങളെല്ലാം വന്നതും. ഞങ്ങൾ തമ്മിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു, പിന്നീട് ടിനി വരുന്നു. അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പടമാണിത്. പ്രൊഡ്യൂസർ രാകേഷ് ചേട്ടന്റെ ഫ്രണ്ട് ആണോ ഈ മോർസെ ഡ്രാഗൺ എന്റർടൈൻമെന്റ്? അവര് ആ ഒരു രീതിയിലേക്ക് അവര് വരാൻ പറ്റി എന്നുള്ള. കാരണം ഈ ഒരു സ്ക്രിപ്റ്റിന് ഒരു കറക്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യായിരുന്നു. സോ ദെൻ മോർസെ ഡ്രാഗൺ എന്റർടൈൻമെന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അഭിനയം അല്ലാണ്ട് പ്രൊഫഷൻ എങ്ങനെയാണ്? കാരണം നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും കൂടെ പരിചയപ്പെടണമല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. പ്രൊഫഷൻ വൈസ് ഞാൻ സെയിലർ ആണ്, മർച്ചന്റ് നേവിയില്. അങ്ങനെ ഒരു 14-15 ഇയേഴ്സിലെ സെയിലർ കഴിഞ്ഞിട്ട് ഞാനൊരു ക്യാപ്റ്റൻ ആണ് അവിടെ. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു വലിയൊരു കറക്കം കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിപ്പറ്റുന്നത്. ഇവിടെ കുറച്ചുനാൾ അങ്ങ് നോക്കാം. ഇവരുടെ ഒപ്പം അപ്പൊ അങ്ങനെ ഒരു
ഭാഗ്യം ആഫ്റ്റർ എ ലോങ് ടൈം. ഇപ്പം റിവ്യൂ കാലഘട്ടം ഭയങ്കരമായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എന്ന് വെച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യം ഭയങ്കരമാണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റത്തില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരാൾ പറയുന്ന റിവ്യൂ കേട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു കൂട്ടം വിഭാഗമുണ്ട്. ആ മൂവി കൊള്ളില്ല, പിന്നീട് OTT വരുമ്പോൾ അത് 2 കൈ നീട്ടി ആൾക്കാർ സ്വീകരിക്കുകയും പിന്നെ ആ റിവ്യൂ പറയുന്ന ആളെ ട്രോളുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് കണ്ടുവരുന്നത്. അപ്പൊ റിവ്യൂ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവിനെ നശിപ്പിക്കാനും പറ്റും, വിജയിപ്പിക്കാനും പറ്റും. അപ്പൊ ആ ഒരു സമ്പ്രദായം ഇപ്പൊ ഈ ഒരു ഇടക്കാലം കൊണ്ടാണല്ലോ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്കും വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ ഇത്രയും സജീവമായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ മൂവീസ് ഒക്കെ വരുമ്പോൾ ഒരു ഭയമുണ്ടോ, പേടിയുണ്ടോ, എങ്ങനെയാണ്? പേടിയില്ല, കാരണം ഒരുപാട് റിവ്യൂവും ഇതൊക്കെ നേരിട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട്. പിന്നെ ഒരു ചെടി വളരാൻ അനുവദിക്കുക. ഇപ്പൊ ചെറിയ സിനിമകളൊക്കെ ആകുമ്പോൾ അവര് അന്ന് കേടുണ്ടെങ്കിൽ അതിന്റെ ഇല പറിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ പുഴുവിനെടുത്ത് കളയുന്നല്ല, പക്ഷെ അതിന്റെ കൂമ്പ് പിടിച്ച് കളയരുത് എന്നുള്ള പറയാനുള്ളത്. കാരണം പുതിയ ന്യൂ കമേഴ്സ് സിനിമയായിട്ട് വരുമ്പോൾ അതിനെ തേജോധം ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൊന്നുകളയുക എന്നുള്ള ഇതിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ശരിക്കും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന റിവ്യൂസ് എന്നെയും വേദനിപ്പിക്കാറുണ്ട്. ആ പറയുന്ന വാക്കുകളും ഒരാളെ വിഷമിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലൊരാളാണ് ഞാൻ. ഒരാളെ ഇപ്പം കെന്ന വരുമ്പോൾ കെന്നക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്ക് പറയുന്നത് തന്നെ തെറ്റാണ്. പിന്നെ എന്നെ കാണും അതേ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുള്ളൂ. അത് ആ നെഗറ്റീവ് എനർജിയാണത്. അത് അവർക്ക് തന്നെ തിരിച്ച് അവരുടെ ഇതിലേക്ക് തന്നെ വരും എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഇങ്ങനെ ഓരോരുത്തരെ ഹേർട്ട് ചെയ്യുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ. ഇതിപ്പോൾ റിവ്യൂ ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പല ആൾക്കാരും പല രീതിയിൽ ഒരു ചീത്ത സിനിമ ചെയ്യാന്നും പറഞ്ഞാലും ചെയ്യുന്നില്ലല്ലോ. അതിന് സംഭവിച്ച ഇത് നമ്മൾ റിവ്യൂല് നമ്മുടെ ഇഷ്ടക്കേട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ കൊന്നു കളയരുത് എന്ന് മാത്രമാണ്. റിവ്യൂസ് നല്ലതാണ്. റിവ്യൂസിനെ നമുക്കൊരിക്കലും റിവ്യൂസ് പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ റിവ്യൂ പറയുന്നവർ ഒരു സിനിമ കണ്ടിട്ട് അവരുടെ കാഴ്ചപ്പാടും അവരുടെ താല്പര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളുമാണ്. ചിലപ്പോൾ അതേ അഭിപ്രായം തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഇല്ല, നമുക്കതുണ്ടാവില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകൻ തന്നെയാണ്. എത്രയോ റിവ്യൂ മോശമായിട്ട് പറഞ്ഞ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റിവ്യൂ നന്നായിട്ട് പറഞ്ഞ സിനിമകൾ ചിലപ്പോൾ പരാജയപ്പെടാം. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്ന ശീലത്തെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പ്രേക്ഷകർ അതിന് വേണ്ട കാര്യങ്ങളാണ് കൂടുതലും ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്, ഇല്ലേ? കാരണം എനിക്കാണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും പെട്ടെന്ന് സിനിമ കാണാൻ പോകാനുള്ളൊരു സംവിധാനം, അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സിനിമയിലേക്ക് വരും. അപ്പോൾ ആ ഒരു ശീലത്തെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ റിവ്യൂ പറയുന്നവരും ഒരു ജോലിയാണല്ലോ ചെയ്യുന്നത്, ആ പണിയൊക്കെ നിന്നു പോവും സിനിമ ഇല്ലെങ്കിൽ, അല്ലേ? അപ്പോൾ ആ വ്യവസായത്തെ നിലനിർത്താൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാകേഷ് ചേച്ചിട്ട് ഇതൊരു ഫസ്റ്റ് മൂവി ഓൾറെഡി ആക്ട് ചെയ്തു. ചില സാങ്കേതിക അല്ലെങ്കിലും അങ്ങനെ എല്ലാവരും ഫസ്റ്റ് മൂവി റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് പാട്. സെക്കൻഡ് മൂവി ആയിരിക്കും എത്രയും പെട്ടെന്ന് ആദ്യം റിലീസ് ആവുന്നത് സെക്കൻഡ് മൂവി. ഞാൻ 1-2 ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയെ ഞാനില്ലായിരുന്നു, ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു. എന്റെ സെക്കൻഡ് മൂവിയാണ് വന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി നടന്നില്ല, സെക്കൻഡ് മൂവി നടന്നു, അത് റിലീസ് ആവാൻ പോകുന്നു. അപ്പൊ ഇനിയും ആക്ടിംഗിൽ തന്നെ തുടരണം എന്നാണോ ആഗ്രഹം, എങ്ങനെയാണ്? അതോ കപ്പലിൽ പോകാനാണോ താല്പര്യം? അവിടെ ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ക്യാപ്റ്റനായിട്ട് സെയിലിംഗ് എപ്പോഴെങ്കിലും പോകാം. അതല്ല ഇനി ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും ചെയ്യാം. ആക്ടിങ് എന്നും ആഗ്രഹമുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരല്ലോ. നമ്മുടെ കഴിവ് വേറൊരാൾക്കും കൂടിയും തോന്നണം. എവിടെയെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവും, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എവിടെയെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് വരും. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ഇനിയൊരു ചാൻസ് കിട്ടിയാൽ നല്ലൊരു വേഷം അഭിനയിക്കാൻ ഞാൻ എന്നും ഹാപ്പി ആയിരിക്കും. ആൻഡ് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എന്താണോ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊന്ന് ട്രൈയും ചെയ്യും. സിനിമ കഴിഞ്ഞാലും അല്ല, നമുക്ക് കപ്പലും പ്ലെയിനൊന്നും ഇല്ല പോകാനായിട്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് കയറ്റി വിടാൻ നമുക്ക് എളുപ്പമാണ്. അതെ. അപ്പൊ ഫൈനലി ഈ 916 കുഞ്ഞൂട്ടൻ ഈ ടീം നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമുക്ക് അവകാശവാദങ്ങളൊന്നുമില്ല, പേരിൽ തന്നെ കിടപ്പുണ്ട്. ഒരു കുഞ്ഞ് സിനിമയാണ് 916 കുഞ്ഞൂട്ടൻ. നിങ്ങളുടെ ഇതുവരെയുള്ള സിനിമകൾക്കൊക്കെ തന്നെ തന്നിട്ടുള്ളൊരു വലിയ പ്രോത്സാഹനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോത്സാഹനമാണ് നമ്മളെ ഇതിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഈ പടത്തിലെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മുടെ നടന്മാർ അല്ലെങ്കിൽ നായകന്മാരൊക്കെ പറയുന്ന പോലെ
വ്യത്യസ്തമായൊരു റോള് തന്നെയാണ് എൻ്റെത്. ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ്. നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോയി സിനിമ കാണണം, വിജയിപ്പിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പ്രേക്ഷകർ തന്നെ ഈ ഒരു 916 കുഞ്ഞൂട്ടൻ ഒരു വലിയ ഒരു മൂവി ആയിട്ട് തിയേറ്ററിൽ നിറഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഞങ്ങളുടെ ഫാമിലി ആശംസിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.